എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കിയാലോ? ഇത് കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. കുറച്ച് സമയം ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഒരു കടായിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 3 ടീസ്പൂൺ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം കടായിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ കോളിഫ്ലവർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവി മുഴുവനും നല്ലതുപോലെ ഈ കോളിഫ്ലവറിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടി ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയാകും.
അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്